നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് തിങ്കളാഴ്ചയാണ്, വർക്കിംഗ് ഡേ ആണ്. ഓഫീസുകളിലേക്കും സ്കൂളുകളിലേക്കും മറ്റും പോകാനുള്ള തിരക്കുകളായിരിക്കും എല്ലാവരും. ഇതിനിടയിൽ നിരവധി വാർത്തകൾ സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് ഈ സ്പാകൾ കേന്ദ്രീകരിച്ചുള്ള റെയ്ഡുകൾ ഇന്നു മുതൽ നഗരസഭ പുനരാരംഭിക്കും അല്ലെങ്കിൽ ആരംഭിക്കുമെന്നുള്ള ഒരു പ്രധാന വാർത്തയുണ്ട്. ഇന്നലെ റെയ്ഡ് നടക്കുകയും സെക്രട്ടേറിയറ്റിനോട് ചേർന്നുള്ള സ്പാ കേന്ദ്രം അത് അടച്ചുപൂട്ടുകയും മറ്റും ചെയ്ത പശ്ചാത്തലമുണ്ടായിരുന്നു. ഒപ്പം തിരുവല്ല സ്പാ കേസുമായി ബന്ധപ്പെട്ട് ഒരു പ്രതി അറസ്റ്റിലായിട്ടുണ്ട്. പാർലമെന്റിലാകട്ടെ പ്രതിപക്ഷത്തിന് പുതിയ രാഷ്ട്രീയ ആയുധമുണ്ട്. അത് റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതിന് തർക്കങ്ങളുണ്ടാകും. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളുടെ വിശദാംശങ്ങളുണ്ട്. ഇതിനടക്കം നിരവധി വാർത്തകൾ ഈ രാവിലെ ബുള്ളറ്റിൽ ഉണ്ടാകും. വളരെ പെട്ടെന്ന് വിശദമായ വാർത്തകളിലേക്ക് വരാം. അതിനു മുൻപ് തലക്കെട്ടുകളിലേക്ക്. തിരുവല്ല സ്പാ ബലാത്സംഗ കേസിൽ ഒരു പ്രതി കൂടി പിടിയിലായത് നിരണം സ്വദേശി വരുൺ. അറസ്റ്റിലായവരുടെ എണ്ണം 3 തിരുവനന്തപുരത്തെ സ്പാകളിൽ പരിശോധന ശക്തമാക്കി നഗരസഭ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. കടകംപള്ളി സുരേന്ദ്രനെയും അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്തത് കോടതിയെ അറിയിക്കും. സ്വാഭാവിക ജാമ്യം തേടി N വാസു തന്ത്രിയുടെ ജാമ്യ ഹർജിയിലും ഇന്ന് വാദം. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ആയുധമാക്കാൻ ഇന്ത്യ സഖ്യം. റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങുമോ എന്നതിൽ വ്യക്തത വരുത്തണമെന്ന ആവശ്യം. ചർച്ചയുമായി സഹകരിക്കുന്നതിൽ ഇന്ത്യൻ സഖ്യത്തിൽ ഭിന്നത. പാലക്കാട് ഓടിക്കൊണ്ടിരുന്ന ലോറിക്ക് തീപിടിച്ചു. അപകടത്തിൽപ്പെട്ടത് കർണാടകയിൽ നിന്ന് പഞ്ചസാര കയറ്റി വന്ന വാഹനം. ഡ്രൈവറും ക്ലീനറും രക്ഷപ്പെട്ടു. കൊല്ലത്ത് 16-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ജോത്സ്യൻ അറസ്റ്റിൽ. പിടിയിലായത് വെണ്ടാർ സ്വദേശി മുരാരി. അതിക്രമം ബാധ ഒഴിപ്പിക്കാനെത്തിയ യുവതിയോട്. നമുക്ക് ആദ്യം പാലക്കാട്ടേക്ക് ഒന്ന് പോകണം. അവിടെ കുളപ്പുള്ളി പാതയിൽ പത്തിരിപ്പാല എന്ന സ്ഥലമുണ്ട്. അവിടെ ഓടിക്കൊണ്ടിരുന്ന ലോറിക്ക് തീ പിടിച്ചു. കർണാടകയിൽ നിന്നും പഞ്ചസാര കയറ്റി വരികയായിരുന്ന ലോറിക്കാണ് തീ പിടിച്ചത്. ഇപ്പോൾ അത് നിയന്ത്രണ വിധേയമായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഫയർഫോഴ്സ് സംഘം അടക്കം എത്തിയാണ് തീ അണച്ചത്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കായി ഒന്ന് കാണാം. പത്തിരിപ്പാല മൗണ്ട് സിയന്റെ ഭാഗത്ത് ഒരു ലോറി ഫയർ ആയിട്ടുണ്ട്. ഇതുവരെ ഫയർ എത്തിയിട്ടില്ല. ഫയർക്ക് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പത്തിരിപ്പാലയിലാണ് ഈ സംഭവം ഉണ്ടായത്. കർണാടകയിൽ നിന്നും പഞ്ചസാര കയറ്റി വന്ന ലോറിയാണ് ഇത്തരത്തിൽ അഗ്നിബാധയ്ക്ക് ഇരയായത്. പ്രജിത്ത് വിവരങ്ങളുമായി ചേരും. പ്രജിത്ത്, ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? രഞ്ജിത്ത്, ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷമാണ് പാലക്കാട് കുളപ്പള്ളി റോഡിൽ പത്തിരിപ്പാല മൗണ്ട് സീന സ്കൂളിന് സമീപമാണ് കർണാടകയിൽ നിന്ന് പഞ്ചസാര കയറ്റി വന്ന ലോറിക്ക് തീപിടിച്ചത്. ലോറിയുടെ മുൻവശത്ത് നിന്ന് തീ പടർന്നത് കണ്ടപ്പോൾ തന്നെ ഡ്രൈവർ ലോറിയെ റോഡിന്റെ ഒരു വശത്തേക്ക് സൈഡിൽ ഒതുക്കി നിർത്തുകയായിരുന്നു. പിന്നീട് ഡ്രൈവറും ക്ലീനറും ലോറിയിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടുകയായിരുന്നു. അതുമാത്രമല്ല, ലോറി നല്ല നിറത്തിലാണ് തീ ഉണ്ടായത്. തീ ഉണ്ടായപ്പോൾ തന്നെ സമീപവാസികളെല്ലാം അഗ്നിരക്ഷാ സേനയെ വിളിക്കുകയും 2 യൂണിറ്റ് അഗ്നിരക്ഷാ സേന വന്ന് തീ അണയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ലോറി ഏകദേശം പൂർണ്ണമായി കത്തിനശിച്ച അവസ്ഥയിലാണ്. രഞ്ജിത്ത്, ഈ ഫയർഫോഴ്സ് അധികാരികൾ അവർ എത്താൻ വൈകുക മറ്റോ ചെയ്തോ? ഈ പൂർണ്ണമായി കത്തുന്നൊരവസ്ഥയിലേക്ക് ഈ ലോറി എങ്ങനെയാണ് എത്തിയത് പ്രജിത്ത്? ലോറിയുടെ മുൻവശത്ത് നിന്നാണ് തീ വന്നത്. മാത്രമല്ല, പഞ്ചസാരയായിരുന്നു ലോറിയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ലോറി കത്തിനശിക്കുകയും ഒറ്റപ്പാലത്ത് നിന്നുള്ള ഫയർഫോഴ്സ് സംഘമാണ് എത്തിയത്. ഏകദേശം ഒരു അരമണിക്കൂറോളം കഴിഞ്ഞാണ് ഫയർഫോഴ്സ് സംഘം ഈ സംഭവ സ്ഥലത്ത് എത്തിയത്.
അതിനുള്ള ദൂരവും അവിടെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 10 കിലോമീറ്റർ കൂടുതൽ ദൂരത്ത് നിന്നാണ് അഗ്നിരക്ഷാ സേന ഈ ലോറി കത്തിയ സ്ഥലത്തേക്ക് വരാനുണ്ടായിരുന്നത്. അതിന്റെ ഒരു കാലതാമസം മാത്രമാണ് ഇന്നലെ ഉണ്ടായത്. അതായത് സമീപത്തൊന്നും ഫയർഫോഴ്സിന്റെ ഓഫീസുകൾ ഉണ്ടായിരുന്നില്ല അല്ലേ? അതൊരു പ്രശ്നമായി. ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇപ്പൊ ഫയർഫോഴ്സിന്റെ ഓഫീസ് ഉള്ളത്. അവിടെ നിന്ന് വരുന്ന ആ ഒരു കാലതാമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ലോറി പൂർണ്ണമായും കത്തി നശിക്കുകയായിരുന്നു. അതെ, ഗതാഗത തടസ്സം ഉണ്ടാവുകയോ മറ്റ് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുകയോ മറ്റു ചെയ്തോ? അങ്ങനെ ഗതാഗത തടസ്സം ഉണ്ടായിരുന്നില്ല. ലോറിയുടെ മുൻവശത്ത് നിന്ന് തീ പടരുന്നത് കണ്ടപ്പോൾ തന്നെ ലോറിയുടെ ഡ്രൈവർ ലോറിയെ റോഡിന്റെ ഒരു വശത്തേക്ക് ചേർത്ത് നിർത്തുകയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടും മാത്രമാണ് വലിയ ഒരു അപകടം ഉണ്ടാകാതെ രക്ഷപ്പെട്ടത്. തീർച്ചയായും ഇത് വലിയ തിരക്കുള്ള പാതയാണല്ലേ? ഇത് സംസ്ഥാന പാതയാണ്. ഇത് നല്ല തിരക്കുള്ള പാതയാണ്. പാലക്കാട് നിന്ന് കൊളപ്പള്ളി പോകുന്ന സംസ്ഥാന പാതയാണ്. ശരി, ആ പാതയിലാണ് ഈ അപകടമുണ്ടായത്. പ്രജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ലോറി പൂർണ്ണമായും കത്തി നശിക്കുകയാണ് ഉണ്ടായത്. നേരത്തെ പ്രജിത്ത് പറഞ്ഞതനുസരിച്ച് 10 കിലോമീറ്റർ അകലെ മാത്രമാണ് ഒരു ഫയർഫോഴ്സിൻ്റെ ഒരു ഫയർ സ്റ്റേഷൻ ഉള്ളത്. അവിടെ നിന്ന് ഫയർഫോഴ്സ് സംഘം എത്താനുള്ള ഒരു കാലതാമസം, അത് പ്രത്യേകിച്ച് ലോറിയിലുണ്ടായിരുന്ന പഞ്ചസാരയാണ്. വളരെ പെട്ടെന്ന് തീപിടിക്കുന്ന ഒരു വസ്തു കൂടിയാണ്. നമുക്കറിയാം, പെട്ടെന്ന് ഉരുകിയൊക്കെ മാറുന്ന ഒരു വസ്തു കൂടിയാണ് പഞ്ചസാര. അപ്പോൾ പഞ്ചസാരയിൽ നിന്ന് കൂടി തീ പിടിച്ചപ്പോഴേക്ക് ലോറി പൂർണ്ണമായും കത്തി നശിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരികയായിരുന്നു. ലോറിയിൽ നിന്ന് തീ ഉയരുന്നത് കണ്ടപ്പോൾ തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രൈവർ പുറത്തിറങ്ങി ഡ്രൈവർ ലോറി ഒരു വശത്തേക്ക് മാറ്റി നിർത്തി. അതുകൊണ്ട് റോഡിൻ്റെ നടുക്ക് വെച്ചായിരുന്നു സംഭവമെങ്കിൽ ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുന്ന ഒരവസ്ഥയിലേക്ക്. പാലക്കാട് കുളപ്പള്ളി റൂട്ടാണ്, അവിടെ ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ്. സ്വാഭാവികമായും അങ്ങനെ ചില പ്രശ്നങ്ങൾ കൂടി ഉണ്ടായേനെയും അത് പരിഹരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഡ്രൈവർ ചെയ്ത ഒരു പ്രധാന പ്രവൃത്തി. തുടർന്ന് ഡ്രൈവർ പുറത്തിറങ്ങുകയും മറ്റും ചെയ്തു. മറ്റ് കാഷ്വാലിറ്റീസ് അല്ലെങ്കിൽ ആർക്കെങ്കിലും അപകടം, പരിക്ക് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ആ ലോറി എന്തായാലും ഇപ്പോൾ പൂർണ്ണമായും കത്തി നശിച്ചു എന്നുള്ള വിവരം കൂടിയാണ് ലഭ്യമാകുന്നത്. പാലക്കാട്ട് കാർ ഇടിച്ച് തെറിച്ചുപോയ ബൈക്ക് യാത്രക്കാരൻ ബസ്സിൻ്റെ ഇടയിൽപ്പെട്ട് മരിച്ചു എന്ന ഒരു ദുഃഖകരമായ വാർത്ത കൂടിയുണ്ട്. പാലക്കാട് സുന്ദരം കോളനി സ്വദേശി ഫൈസലാണ് ഇത്തരത്തിൽ ദാരുണമായി മരിച്ചത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അത് വളരെ പ്രയാസപ്പെടുത്തുന്ന, നമ്മളെ വല്ലാതെ ഭീതിയിലാഴ്ത്തുന്ന ഒരു ദൃശ്യമാണ്. അത് വളരെ കൃത്യമായി കാണാം. കാറ് ബൈക്കിൽ ഇടിക്കുന്നു. അമിത വേഗത്തിലാണ് ആ കാറ്. ഒപ്പം സൈഡ് തെറ്റിച്ച് വന്ന ഒരു കാറ് കൂടിയാണ് എന്നുള്ളതാണ്. തുടർന്ന് തൊട്ടു പുറകെ വരുന്ന ബസ്സിനടിയിലേക്ക് ഈ ബൈക്ക് യാത്രക്കാരൻ വീഴുകയാണ്. ബസ് ബ്രേക്ക് ചെയ്തുവെങ്കിൽ പോലും ബസ് കടന്നു പോയിരുന്നു. ഈ ബൈക്ക് യാത്രക്കാരനായ ഫൈസലിൻ്റെ ദേഹത്തുകൂടി ബസ് കടന്നു പോയിരുന്നു. പാലക്കാട് കൊളപ്പള്ളി പാതയിൽ കല്ലേക്കാട് വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. ഈ ബസ്സിനെ അമിത വേഗതയിലെത്തി മറികടക്കാൻ ശ്രമിച്ച കാറാണ് എതിരെ വന്ന ബൈക്കിൽ ഇടിക്കുകയും മറ്റും ചെയ്തത്. ബൈക്കിൽ നിന്നും തെറിച്ചു വീണ യുവാവിൻ്റെ ശരീരത്തിലൂടെ കാറിൻ്റെ പുറകിൽ വന്നിരുന്ന ചക്രങ്ങൾ കയറിയിറങ്ങിയായിരുന്നു. ബൈക്കിൽ കൂടെ ഉണ്ടായിരുന്ന ഫൈസലിൻ്റെ മകൻ രക്ഷപ്പെട്ടു. ഒറ്റപ്പാലം അനങ്ങന്മല സന്ദർശിച്ച ശേഷം പാലക്കാട്ടേക്ക് പോവുകയായിരുന്നു ഫൈസലും മകനും. വലിയ ദാരുണമായ ഒരു സംഭവമാണത്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് അത്. ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി കാണാം. കാർ യാത്രക്കാരൻ്റെ അനാസ്ഥ, കാർ ഡ്രൈവറുടെ അനാസ്ഥ, ആ ബസ്സിനെ വശം തെറ്റിച്ച് ഓവർടേക്ക് ചെയ്യാനുള്ള ശ്രമം, ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന അച്ഛനെ മകനെ ഇടിക്കുന്നു. അച്ഛൻ തെറിച്ച് വീഴുന്നത് തൊട്ട് പുറകെ വന്ന ബസ്സിൻ്റെ മുന്നിലേക്കാണ്. തുടർന്ന് ബസ്സിൻ്റെ ചക്രങ്ങൾ ഫൈസലിൻ്റെ ദേഹത്ത് കയറി ഇറങ്ങുന്നു. സ്പോട്ടിൽ വെച്ച് തന്നെ ഫൈസൽ മരിക്കുകയും ചെയ്തു. കൊട്ടാരക്കര പുത്തൂരിലേക്ക് വന്നാൽ അവിടെ ചെറുമങ്ങാട് ദേവീക്ഷേത്രത്തിലെ ഉത്സവ ഒരുക്കങ്ങൾക്കിടെ മൈക്ക് ഓപ്പറേറ്റർ വൈദ്യുതാഘാതമേറ്റ് മരിച്ചു. പത്തനംതിട്ട ആനയടി സ്വദേശിയായ സുജിത്താണ് മരിച്ചത്. ഇലക്ട്രിക് പോസ്റ്റിൽ കയറി ട്യൂബ് ഫിറ്റ് ചെയ്യുന്നതിനിടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വയറിൽ തട്ടിയാണ് അപകടമുണ്ടായത്. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കഴിഞ്ഞ ദിവസമാണ് തിരുവല്ലയിലെ സ്പായിൽ അതുമായി ബന്ധപ്പെട്ട സ്പാ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്തു എന്ന വാർത്ത പുറത്തു വന്നത്.
6 സംഘമാണ് ഇതിൽ പ്രതികളായി ഉള്ളത്. ഇതിൽ 3 പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഒരു പ്രതി കൂടി വീണ്ടും അറസ്റ്റിലായിരിക്കുന്നു. ഇയാൾ നിരണം സ്വദേശിയാണ്. നിരണം സ്വദേശിയായ വരുൺ എന്നാണ് ഇയാളുടെ പേര്. ഗുണ്ടാ സംഘത്തിലുള്ള ആളാണ്. ആലുവയിൽ നിന്നാണ് ഇയാളെ പിടിച്ചത്. ഇനി 3 പേർ കൂടി പിടിയിലാകാനുണ്ട്. അത് ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവെക്കുക. ശശി, ഇതിൻ്റെ പ്രധാന പ്രതി അടക്കം നേരത്തെ അറസ്റ്റിലായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കൂടുതൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. പ്രതികൾ അന്യസംസ്ഥാനത്തിലേക്ക് കടന്നു എന്നുള്ള വിവരങ്ങളോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഇവിടെ പാലക്കാട് അല്ല, ആലുവയിലുണ്ടായിരുന്നു ഇയാൾ അല്ലേ? ആലുവയിൽ നിന്നാണ് ഇയാളെ പിടിക്കുന്നത്. ആലുവയിൽ നിന്നാണ് വരുൺ എന്ന് പറയുന്ന പ്രതിയാണ്. ഇത് നിരണ സ്വദേശിയാണ്. വരുണാണ് പിടിയിലായത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 3 പേരാണ് പിടിയിലായിരിക്കുന്നത്. 3 പേർ കൂടി ഇനി പിടിയിൽ ആവാനുണ്ട്. 6 പേരാണ് ഈ സ്പാർക്ക് കേസുമായി ബന്ധപ്പെട്ട് ഉള്ളത്. എന്തായാലും 3 പ്രതികൾ ഇപ്പോൾ പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിടികൂടിയിരിക്കുന്നു. അതിൽ ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് ആലുവയിൽ നിന്നും നിരണം സ്വദേശി വരുണാണ് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. എന്തായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 3 പേർ കൂടി പിടിയിലായിട്ടാണ് സാധ്യതയുണ്ട്. എന്തായാലും അവർ സംസ്ഥാനം വിട്ടെന്നുള്ള സൂചന കൂടി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇങ്ങനെയുണ്ട്. കാരണം മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. കാരണം മൊബൈൽ ടവർ ലൊക്കേഷൻ ചെയ്യാൻ പോലീസ് അന്വേഷണം ഉദ്യോഗസ്ഥർ ശ്രമിച്ചിട്ട് അത്തരം കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ള ഇവരുമായി ബന്ധപ്പെടാൻ യാതൊരു സാഹചര്യവും ഇല്ലാത്ത രീതിയിലാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും മൊബൈൽ അവർ ഉപയോഗിക്കുന്നില്ല എന്ന കാര്യം വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ പിടികൂടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. അന്യ സംസ്ഥാനങ്ങളിലേക്കും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് 6 പേരാണ് തിരുവല്ല സ്പാർക്ക് കേസുമായി ബന്ധപ്പെട്ടത്. അതിൽ 3 പേർ ഇപ്പോൾ നിലവിൽ പിടിയിലായിട്ടുണ്ട്. അതിൽ പ്രധാന പ്രതിയായ മരണ സുബിൻ എന്നറിയപ്പെടുന്ന സുബിൻ അലക്സാണ്ടർ ആദ്യ ദിവസത്തിന്റെ പിടിയിലാവുന്നു. മറ്റൊരു പ്രതി കൂടി പിന്നെ ഇതിനെതിരായി ഇപ്പോൾ വരുൺ നിരണ സ്വദേശി വരുൺ കൂടി ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. അതിന് ബാക്കി 3 പേർക്കുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള വിവാദമായ കേസാണ്. പോലീസിനെതിരെ വലിയ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. മാസപ്പിടിക്കും വാങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, അങ്ങനെ ഒട്ടനവധി കേസുകൾ ഗുണ്ടകളും പോലീസും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ വിവാദമായ കേസായതുകൊണ്ട് തന്നെ പോലീസ് കൃത്യമായ DSP തിരുവല്ല DSP തരത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിയാണ് അന്വേഷണത്തിന്റെ ചുമതലയുള്ളത്. എന്തായാലും ഇപ്പോൾ നിലവിൽ സാഹചര്യത്തിൽ ഈ വരുണാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുള്ളത്. ഈ മരണ സുബിൻ ഒപ്പം മറ്റു 2 പേർ, മൊത്തം 3 പേർ ഇതിനകം നേരത്തെ ശശി പറഞ്ഞ പോലെ അറസ്റ്റിലായിട്ടുണ്ട്. ഇനി 3 പ്രതികൾ കൂടി പിടിയിലാവാനുണ്ട്. ഇവർ നാട് വിട്ടുപോകാൻ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? ഒപ്പം സഹജീവനക്കാരിയുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങൾ ഈ പീഡനത്തിനിരയായ ജീവനക്കാരി ഉന്നയിച്ചിരുന്നു. ഇവരുടെ ഭർത്താവിന് അല്ലെങ്കിൽ കാമുകന് ഇതുമായി ബന്ധമുണ്ടോ എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പോലീസിൻ്റെ ഈ വിഷയത്തിലുള്ള പങ്കാളിത്തം, അതിലും അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ ശശി? രഞ്ജിത്ത്, തീർച്ചയായിട്ടും ഈ സഹപ്രവർത്തക ഈ സംഭവം നടക്കുന്ന തന്നെ ഈ ജീവനക്കാരുടെ സഹപ്രവർത്തക ഈ പ്രതികൾ വന്നതിന് ശേഷം അവര് ഈ സഹപ്രവർത്തകരുടെ പെരുമാറ്റം അല്ലെങ്കിൽ രീതി അവരെ രക്ഷപ്പെടുത്താനോ മറ്റ് സഹായം ചെയ്യാനോ ഇവർക്ക് അനുകൂലമായി ഈ ജീവനക്കാരിക്ക് അനുകൂലമായി നിൽക്കാനോ അവർ തയ്യാറായില്ല. അന്നേരം തന്നെ സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സഹപ്രവർത്തകരുടെ ആൺ സുഹൃത്തിന് ഈ ഗുണ്ടകളുമായി ബന്ധമുള്ള കാര്യം ഈ ജീവനക്കാർ തന്നെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ആൺ സുഹൃത്തിനെതിരെയും പോലീസ് അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അയാളെ ചോദ്യം ചെയ്യാനും മൊഴിയെടുക്കാനും പിടികൂടാനുള്ള ശ്രമം പോലീസ് എന്തായാലും ചെയ്യുന്നുണ്ട്. ഒപ്പം പോലീസിലെ ചില ആളുകൾക്ക് ഗുണ്ടകളുമായി ബന്ധമുണ്ടെന്നുള്ള കാര്യം കൂടി ഈ സ്ഥാപന ഉടമ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിലും ഒരാവശ്യത്തിന് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ആർക്കെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകുമെന്നാണ് SP കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസിനും ഇതൊരു പേരുദോഷമാണ് ഈ കേസ്. എന്തായാലും പോലീസിലെ ചില ഉദ്യോഗസ്ഥർ തിരുവല്ലയിലെ സ്പാ കേന്ദ്രീകരിച്ച് അവിടെ ചെല്ലുകയും ചില മാസപ്പടി കൈപ്പറ്റുകയും ചെയ്യുന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നു. ചില സ്പായ്ക്ക് തിരുവല്ലയിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നുള്ള കാര്യം കൂടി വിവരം പുറത്തു വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലെല്ലാം തൽക്ഷണം നടപടി സ്വീകരിക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വിവാദമായ ഒരു കേസായി ഈ സ്പാ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്ത കേസ് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായി പ്രതികളെ പെട്ടെന്ന് പിടികൂടുക എന്നുള്ളതാണ് പോലീസിന്റെ മുന്നിലുള്ള കാര്യം. നേരത്തെ ആദ്യം തന്നെ ഈ കേസ് വൈകിപ്പിച്ചു എന്നുള്ള കാര്യമാണ് ഈ ഗുണ്ടകളുമായി പോലീസിന് അപരിമിത ബന്ധമുണ്ട്, അതായത് അവിശുദ്ധ ബന്ധമുണ്ട് എന്ന് പറയാൻ കാരണം. അത് പ്രധാനമായും ഈ ഗുണ്ടകളും പോലീസും അത്തരത്തിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പിടികൂടാൻ, അതായത് 1-ാം തീയതി നടക്കുന്ന കേസ് പിന്നീട് 2-ാം തീയതിയാണ് FIR ഇടുന്നത്. ഈ സമയം തന്നെ പ്രതികൾക്ക് സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള സാഹചര്യം പോലീസ് ഒരുക്കി കൊടുക്കുന്നുള്ള ആക്ഷേപമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ പോലീസും ഗുണ്ടകളും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ള പലതരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നത്. അതുകൊണ്ട് വലിയ രീതിയിൽ വിവാദമാവുകയും പോലീസിന്റെ ആക്ഷേപവും ആരോപണവും ഉയർന്ന സാഹചര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം ആവശ്യമാണെന്നുള്ള കാര്യം പല കോടുകളിൽ നിന്ന് വരുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ ചില ആളുകളുടെ ഇടപെടൽ, അതായത് മരണസുബിനെ
പിടിച്ചുകൂടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ തന്നെ ഭരണകക്ഷിയിലെ രാഷ്ട്രീയ നേതാവ് സ്റ്റേഷനിൽ ഇറക്കിക്കൊണ്ട് പോകാനുള്ള ശ്രമം നടത്തി എന്നുള്ള കാര്യം കൂടി പുറത്തു വരുന്നു. അത് ഈ പറഞ്ഞതുപോലെ ഇത്ര രാഷ്ട്രീയ ബന്ധമില്ലാതെ ശേഖരൻ രാഷ്ട്രീയ ബന്ധമില്ലാതെ ഈ മരണസുബിനെ പോലെയുള്ള ആൾക്ക് ഇവരുടെ സംഘാംഗങ്ങൾക്ക് ഇവിടെ എത്തുക, ഈ സ്പാ പോലെയുള്ള സ്ഥലത്ത് ഇത്ര എന്താണ് ധൈര്യത്തോടെ ആക്രമണം നടത്താനാവുക, സ്ത്രീകളെ അടക്കം പീഡിപ്പിക്കാനാവുക, അതിനുള്ളൊരു ധൈര്യം കിട്ടില്ലല്ലോ. ഒപ്പം ഇവരൊക്കെ ഈ സ്പാകളിലും ഒക്കെ കേന്ദ്രീകരിച്ച് ഗുണ്ടാ പിരിവുകൾ നടത്തുന്ന പടിവാങ്ങുന്ന ആളുകളാണ്. അതിൻ്റെ ഒരു പങ്ക് സ്വാഭാവികമായും രാഷ്ട്രീയക്കാർക്കും പോലീസുകാർക്കും ഒക്കെ പോകും, സംശയമില്ലാത്ത കാര്യമാണ്. ഇതിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്, കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ, അതോ ഇത് മറ്റു കേസുകളെ പോലെ വളരെ പെട്ടെന്ന് മാഞ്ഞു പോകുന്ന ഒന്നായി മാറുമോ? രഞ്ജിത്ത് പറഞ്ഞത് ശരിയാണ്. കാരണം ഈ സ്പാ കേസുകളിൽ നിന്ന് പിരിവുകൾ അത് ഉദ്യോഗസ്ഥരും പിരിവ് വെച്ചുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ആവശ്യമായ ചില കൂട്ടുകെട്ടുകൾ ഗുണ്ടകളും രാഷ്ട്രീയക്കാരും പോലീസും തമ്മിലൊക്കെ ഉണ്ടെന്നുള്ള കാര്യമാണ് പൊതുവെ പറഞ്ഞ് ഇത് ഒരു ആരോപണം വരുന്നത്. തീർച്ചയായും ഈ പറയുന്ന ആദ്യ കാര്യത്തിൽ ഞാൻ സൂചിപ്പിച്ച കേസെടുക്കുന്ന കാര്യത്തിൽ വൈകുന്നു. പിന്നീട് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ തന്നെ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രമുഖ നേതാവ് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. അത്തരം കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതികൾ ഇപ്പോൾ രക്ഷപ്പെടാൻ കാരണം. 11ഓളം കേസിലെ ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഈ മരണസുബിൻ, കാപ്പ കേസിലെ പ്രതി എന്ന് പറയുന്ന മരണസുബിൻ. 11ഓളം കേസുകൾ നിലവിലുണ്ട്. ആ 11ഓളം കേസുകളുള്ള പ്രതി നിലവിൽ ഈ തിരുവല്ല നഗരത്തിൽ ഇത്രയും ഗുണ്ടാപ്പിരിവ് നേരത്തെ നടത്തിയപ്പോഴാണ് പിടിച്ചത്. പക്ഷേ നേരത്തെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഘം. ഇപ്പോഴാണ് ഈ കേസുമായി ബന്ധപ്പെട്ടാണ് അവർ പിടിയിലാവുന്നത്. അത്ര കേസുമായി ബന്ധപ്പെട്ടുള്ള ഗുണ്ടകൾ തിരുവല്ല നഗരത്തിൽ ഇത്തരത്തിൽ വിലസുമ്പോൾ അവരെ പിടികൂടാനോ കേസെടുക്കാനോ ചെയ്യാത്ത പോലീസ് ഇപ്പോഴാണ് ഈ കേസ് ഇത്തരത്തിലുള്ള ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യാൻ തയ്യാറായത്. അതും വൈകി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രണ്ടുപേരെയാണ് ആദ്യം അറസ്റ്റ് ചെയ്തത്. പിന്നീട് ഇതാണ് വരുണിനെ ആലുവയിൽ നിന്നും മിറട സ്വദേശി ആലുവയിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ 3 പ്രതികളാണ് ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള. 3 പേർ ഇപ്പോഴും പിടിയിലാകാനുണ്ട്. അവരെവിടാണെന്ന് പോലീസിന് കൃത്യമായ ധാരണയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ഒരു വിവാദമായ ഒരു കേസാണ്. പോലീസിനെതിരെ ഒരുപക്ഷെ നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം പോലീസിൽ ആശ്രിതരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരം വലിയ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ പോലീസിനെതിരെയും നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ അത്തരം കാര്യങ്ങളിലേക്ക് പോകും. വകുപ്പുതല അന്വേഷണം ഒക്കെ ഉണ്ടാകാനുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അത് നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റുന്നത്. പക്ഷേ അതേസമയം പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായി ന്യായീകരിക്കുകയാണ്. ഈ ജീവനക്കാരി പരാതി പറഞ്ഞില്ല. പിന്നെ പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് 2ാം തീയതി എഫ്ഐആർ ഇടുന്നത്. ഉടൻ തന്നെ 2 പ്രതികളെ അറസ്റ്റ് ചെയ്തു. അന്വേഷണം കൃത്യമായി പോകുന്നുണ്ട്. അവിടെ SHOയ്ക്കൊന്നും വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് SP കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ കേസ് മുന്നോട്ട് പോവുകയാണ്. അത് ഊർജ്ജമായ അന്വേഷണം നടന്നു. പ്രതികളിൽ 3 പേർ കൂടി പിടിയിലാകാനുണ്ട്. അവർ സംസ്ഥാനം വിട്ടെന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട്. ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവച്ചു. തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗ കേസിൽ 1 പ്രതി കൂടി പിടിയിലായി. നിരണം സ്വദേശിയായ യുവാവാണ് പിടിയിലായത്. ഇയാൾ ഈ കൊട്ടേഷൻ ഗുണ്ടാ സംഘങ്ങളിലെ പ്രധാനിയാണ് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. അനധികൃത സ്പാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പരിശോധന കർശനമാക്കാനാണ് നഗരസഭയുടെ തീരുമാനം. നഗരസഭാ പരിധിയിലെ മുഴുവൻ സ്പാ കേന്ദ്രങ്ങളുടെയും പട്ടിക ശേഖരിക്കാൻ മേയർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതാണ്ട് 200ഓളം സ്പാകൾ നഗരസഭയിലുടനീളം പ്രവർത്തിക്കുന്നുണ്ട്, നഗരസഭാ പരിധിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നത്. ഇന്നലെ മേയർ ഈ വിഷയത്തിൽ ഇടപെടുകയും കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പോലീസിനോടും നഗരസഭയിലെ ഉദ്യോഗസ്ഥരോടും ആവശ്യപ്പെടുകയും മറ്റും ചെയ്തിരുന്നു. സെക്രട്ടേറിയറ്റിന് തൊട്ടടുത്തുള്ള സ്പർശൻ സ്പാ എന്ന സ്പായിൽ നിന്ന് വന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരം നടപടികളിലേക്ക് മേയർ കടന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ ജോലിക്കെത്തിയ അവിടെ ഇൻ്റർവ്യൂവിനെത്തിയ ഒരു യുവതിയോട് സ്പാ അധികൃതർ മോശമായി പെരുമാറി എന്നാണ് പരാതി ഉയർന്നത്. ഈ സ്ത്രീ നേരെ മേയറെ ഫോണിൽ വിളിച്ച് പറയുകയായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് പോയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നു മുതൽ സ്പാകളിൽ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ലൈസൻസ് ഉണ്ടോ, ഇവ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ, ക്രോസ് മസാജിങ് നടക്കുന്നുണ്ടോ എന്നടക്കമുള്ളവ പരിശോധിക്കും. സാധാരണയായി ഇതിൻ്റെ നിയമം അനുസരിച്ച് സ്പാ സെൻറ്ററിന് ലൈസൻസ് വേണം, അവിടെ ഡോക്ടറുടെ സാന്നിധ്യം വേണം, ഒപ്പം ക്രോസ് മസാജിങ് അനധികൃതമാണ്. ഇതിൻ്റെ മറവിലൊക്കെ ലൈംഗിക ചൂഷണം അടക്കം നടക്കുന്നുണ്ട് എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. അതുമാത്രമല്ല ഹണി ട്രാപ്പ് പോലെയുള്ള കാര്യങ്ങളിൽ ഇവിടെ എത്തുന്ന കസ്റ്റമേഴ്സിനെ പെടുത്തുന്നു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. പലരും നാണക്കേട് കാരണം ഇത്തരം കാര്യങ്ങളൊന്നും പരാതിയായി ഉന്നയിക്കാറില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കാനാണ് നഗരസഭയുടെ തീരുമാനം.
നമുക്ക് കൊല്ലത്തേക്ക് ഒന്ന് പോകണം. അവിടെ കൊല്ലത്ത് ബാധ ഒഴിപ്പിക്കാനെത്തിയ 16-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയിൽ ജോൾസിനെതിരെ പോക്സോ കേസ്. വെണ്ടാർ സ്വദേശി മുരാരി തന്ത്രിക്കെതിരെയാണ് പുത്തൂർ പോലീസ് കേസെടുത്തത്. ഈ യുവതി അവിടെ ബാധ ഒഴിപ്പിക്കാൻ എത്തിയതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ മറവിൽ ഇവരെ പീഡിപ്പിക്കാൻ, ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. 16-കാരിയാണ് പെൺകുട്ടി. എസ് വിനീഷ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനീഷ്, ഇയാൾ മുരാരി എന്ന് പറയുന്നത് അവിടുത്തെ വളരെ തിരക്കുള്ള ജോത്സ്യനാണോ? വെണ്ടാർ സ്വദേശിയാണെന്ന് മനസ്സിലാകുന്നു. എന്താണ് പോലീസ് നൽകുന്ന വിവരം? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്. ഈ 16-കാരി അമ്മയും സഹോദരനോടൊപ്പമാണ് ഈ മുരാരി ബാബുവിന്റെ വീട്ടിലെത്തുന്നത്. മുരാരി ബാബുവിന്റെ വീട്ടിൽ തന്നെ ഒരു ജ്യോതിശാലയൊക്കെ ഇയാൾ നടത്തി വരുന്നുണ്ട്. എത്തിയപ്പോഴാണ് ബാധ ഒഴിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. അപ്പോ ഈ പെൺകുട്ടിയെ മറ്റൊരു മുറിയിലേക്ക് തന്ത്രി കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അങ്ങനെ കുട്ടിയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചപ്പോൾ കുട്ടി അവിടെ നിന്നും നിലവിളിച്ച് കുതറി ഓടി അമ്മയുടെ അടുത്തേക്ക് എത്തുന്നു. അങ്ങനെ ഈ കുട്ടിയുടെ സഹോദരൻ മറ്റ് ആൾക്കാരെ ഫോണിലൂടെ വിളിച്ച് വിവരങ്ങൾ അറിയിക്കുകയായിരുന്നു. എന്തായാലും നാട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും തന്ത്രി അവരുടെ വീടിന്റെ പിൻഭാഗത്തൂടെ ഓടി രക്ഷപ്പെട്ട സാഹചര്യമാണ് ഉള്ളത്. മുരാരി ബാബുവിനായിട്ടുള്ള മുരാരി തന്ത്രിക്കായിട്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. രഞ്ജിത്ത്, ഇയാളുടെ പേര് രാജൻ ബാബു എന്നാണ് ഒഫീഷ്യൽ നെയിം. അപ്പം വെണ്ടാറിലെ ഒരു ഓട്ടോ ഡ്രൈവറൊക്കെ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ അടുത്ത സമയത്താണ് ജ്യോതിഷവും കാര്യങ്ങളും ഒക്കെ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇയാൾ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ കുട്ടിയുടെ മൊഴി കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. പോക്സോ അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഈ തന്ത്രി ഇപ്പോഴും ഒളിവിലാണ്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ തന്ത്രി പിടിയിലാകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇയാള് അവിടെ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. വളരെ അടുത്ത കാലത്തായി ഈ പണിയിലേക്ക് ഇറങ്ങുകയാണ്. ബാധ ഒഴിപ്പിക്കാനൊക്കെ ഒരുപാട് ആളുകൾ ഒരുപക്ഷെ അവിടെ എത്തിയേക്കാം. ഇതിനു മുൻപും ഇത്തരം സംഭവങ്ങളൊക്കെ ഇയാളുമായി ബന്ധപ്പെട്ടെങ്കിലും പരാതികൾ ഉയർന്നിട്ടുണ്ടോ വിനീഷ്? പോക്സോ സംബന്ധമായിട്ടുള്ള പരാതികൾ ആദ്യമായിട്ടാണ്. പക്ഷെ നിലവിൽ തന്ത്രിക്കെതിരെ മറ്റ് പരാതികൾ സ്റ്റേഷനിൽ മുൻപ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്, ചീറ്റിംഗ് കേസ് അടക്കം. പക്ഷേ ഇത്തരം കേസുകൾ ആദ്യമായിട്ടാണ്. എന്തായാലും ഈ തന്ത്രിയെ പിടികൂടാൻ ആയിട്ടില്ല ഇതുവരെയും പോലീസിന്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഇത്തരം സംഭവം ഉണ്ടാകുന്നത്. അയാൾ ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പലതവണ അയാൾ വീട്ടിലേക്ക് പോലീസ് അന്വേഷിച്ച് എത്തിയെങ്കിൽ പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഏതെങ്കിലും വാഹനത്തിൽ കയറി രക്ഷപ്പെട്ടതായിട്ടുള്ള ചില സൂചനകൾ പോലീസിനുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ ഇയാൾ പിടിയിലാകും. പിടിയിലായി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഈ കുട്ടിയുടെ പരാതിയിന്മേലാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രഞ്ജിത്ത്, ഏതായാലും മുരാരി എന്നാണ് ഇയാളുടെ പേര്. ജോത്സ്യനാണ്. ജോത്സ്യ പണി ആരംഭിച്ച് അവിടെ ചെയ്യുന്ന ഒരാളാണ്. നേരത്തെ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. 16-കാരിയായ ഒരു പെൺകുട്ടി സഹോദരനും അമ്മയ്ക്കുമൊപ്പം ഇവിടെ എത്തി. ബാധ ഒഴിപ്പിക്കാൻ എന്ന പേരിൽ ഈ പെൺകുട്ടിയെ മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയി തുടർന്ന് കടന്നു പിടിക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് ഇത്തരത്തിൽ പെൺകുട്ടി കുതറി ഓടുകയും സഹോദരനോടും അമ്മയോടും വിവരം പറയുകയും ചെയ്തു. അതിനുശേഷമാണ് പോലീസും മറ്റും ഈ വിഷയത്തിൽ ഇടപെടുകയും മറ്റും ചെയ്തത്. സഹോദരനും അമ്മയും പരാതി കൊടുത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇയാൾ ഒളിവിലാണ്. ഓടി രക്ഷപ്പെടുകയായിരുന്നു ഈ പ്രശ്നം വഷളായപ്പോൾ. അതിനുശേഷം ഇപ്പോൾ ഇയാളെ പോലീസ് തിരയുന്നു എന്ന വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. എസ് വിനീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എൻ വാസു ഇന്ന് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും. SIT റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. കടകംപള്ളി സുരേന്ദ്രനെയും അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്ത വിവരങ്ങൾ കോടതിയെ SIT അറിയിക്കും. സ്വാഭാവിക ജാമ്യം തേടി എൻ വാസവും ഇന്ന് അപേക്ഷ നൽകും. തന്ത്രിയുടെ ജാമ്യ ഹർജിയിലും ഇന്ന് വാദം നടക്കും. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുക. ഡാനി, ഈ സ്വാഭാവിക ജാമ്യം നിരവധി പ്രതികൾക്ക് ലഭിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതേ പഴുതുപയോഗിച്ചാണ് എൻ വാസു ഇന്ന് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നേരത്തെയുള്ള പ്രസിഡന്റ് നോക്കിയാൽ ജാമ്യം കിട്ടാൻ തന്നെയാണ് സാധ്യത. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത, ഇതില് ശബരിമല സ്വർണ്ണക്കടത്തുമായി കവർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നാണ് കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ ഒരു സാന്നിധ്യത്തിൽ നിന്നുകൊണ്ടാണ് പലരും തന്നെ ഈ ജാമ്യം നേടി പുറത്തു വരുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ ഈ വാസു സമർപ്പിക്കുന്ന ജാമ്യാപേക്ഷയുടെ കാര്യത്തിലുമെല്ലാം തന്നെ സംഭവിക്കാൻ പോകുന്നത്. ജയിലിലായി 90 ദിവസം കഴിഞ്ഞ സാഹചര്യത്തിലാണ് സ്വാഭാവിക ജാമ്യം തേടി എൻ വാസു കോടതിയെ സമീപിച്ചത്. അതോടൊപ്പം തന്നെ തന്ത്രി കണ്ഠരര് രാജുവിന്റെ ജാമ്യ ഹർജിയിലും അടക്കം ഇന്ന് വാദം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നു എന്നത് സംബന്ധിയായ കാര്യങ്ങളാണ്. എന്തായാലും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണം കൂടിയാണ്. അതുകൊണ്ട്
ഹൈക്കോടതിയുടെ കൂടി അത്തരം കാര്യങ്ങളിൽ ഇന്നിപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്നതിനടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണ സംഘം കോടതിയുടെ അനുമതി തേടും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ VST നടത്തിയ പരിശോധന, രണ്ടാം പരിശോധനയുടെ ഫോറൻസിക് ഫലം ഹൈക്കോടതിയിൽ സമർപ്പിക്കുക എന്നതാണ്. നേരത്തെ പുറത്തു വന്നതുപോലെ പറഞ്ഞതിൽ കൂടുതൽ, അതായത് പ്രതികൾ സമ്മതിച്ചതിൽ കൂടുതൽ അളവിൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ആ പരിശോധനാ ഫലത്തിൽ സൂചിപ്പിക്കുന്നത്. ഇത് സംബന്ധിച്ചൊരു വ്യക്തത, കൃത്യമായൊരു കണക്കുകൾ ഹൈക്കോടതിയിൽ ഇന്ന് അന്വേഷണ സംഘം സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് വരുന്നത്. രണ്ടാം ഫോറൻസിക് പരിശോധനയുടെ ഒരു അന്തിമ ഫലം ആണ് ഇത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് അന്വേഷണ സംഘം കോടതിക്ക് കൈമാറുന്നത്. ഇതിൽ സൂചിപ്പിക്കുന്നത് കട്ടിളപ്പാളി, ദ്വാരപാലക, ശില്പപാളികൾ എന്നിവയെല്ലാം തന്നെ ഉരുക്കി മാറ്റി അതിൽ നിന്നാണ് സ്വർണം എടുത്തിരുന്നത്. അതിൽ 989 ഗ്രാം സ്വർണം ലഭിച്ചിരുന്നുവെന്നും അതില് 575 ഗ്രാം സ്വർണം തിരികെ പൂശിയെന്നുമാണ് ഈ പ്രതികൾ സമ്മതിച്ചിരിക്കുന്നത്. ഈ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, അതോടൊപ്പം തന്നെ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരെല്ലാം തന്നെ മൊഴിയിലും ഇത്തരം കാര്യങ്ങളാണ് സൂചിപ്പിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ഈ ബാക്കി വന്ന സ്വർണം, അതായത് പൂശാൻ ബാക്കിയുള്ള സ്വർണം, അതിന് ആനുപാതികമായുള്ള ഒരു തുക ബോർഡിന് നൽകി എന്നെല്ലാമാണ് ഇവരുടെ ഒരു വാദങ്ങളായിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ അതിൽ എത്രത്തോളം സത്യമുണ്ട്, കാര്യങ്ങളുണ്ട് എന്നതെല്ലാം തന്നെ വിശദമായ റിപ്പോർട്ടായിരിക്കും ഇത് സമർപ്പിക്കുക. കാരണം VCയുടെ ഈ റിപ്പോർട്ടിൽ കൃത്യമായ രീതിയിൽ തന്നെ സ്വർണത്തിന്റെ അളവ് പറയുന്നുണ്ട്. അത് ഈ പറഞ്ഞതിനേക്കാളും കൂടുതൽ അളവിലുള്ള സ്വർണം ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്, ഇരട്ടി സ്വർണം ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇതിൽ ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ കോടതിയുടെയും പരാമർശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത് അടക്കമുള്ള സാഹചര്യങ്ങൾ, ഒപ്പം ഈ പ്രതികൾക്ക് തുടർച്ചയായ ഓരോ പ്രതികൾക്കും ജാമ്യം കിട്ടി പുറത്തു വരുന്ന സാഹചര്യങ്ങൾ, ഇതെല്ലാം തന്നെ കോടതിയുടെ നിരീക്ഷണത്തിലേക്കെല്ലാം തന്നെ വരും. ഏതായാലും ഇത്തരം കാര്യങ്ങളിൽ വളരെ നിർണായകമായ തീരുമാനവും ഇടപെടലും ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. രഞ്ജിത്ത്. ഡാനിയും ഒപ്പം ഈ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോടതി റിപ്പോർട്ടുകൾ പരിഗണിച്ചപ്പോൾ ഉന്നതരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം പോകുന്നില്ല എന്നുള്ള ആശങ്കയൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. കൃത്യമായ പ്രതികളിലേക്ക് പോകും എന്ന് പറഞ്ഞപ്പോൾ പോലും ഇന്നിപ്പോൾ നമുക്കറിയാം ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുൻപാണ് കടകംപള്ളി സുരേന്ദ്രനെയും അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്തത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പോറ്റിയുമായുള്ള ബന്ധമൊക്കെ അടക്കം ചോദിച്ചു മനസ്സിലാക്കുകയാണ്. ഇവരൊക്കെ ഉന്നതരാണ്, കടകംപള്ളി മുൻ ദേവസ്വം മന്ത്രിയാണ്. ഇത്തരം വിവരങ്ങൾ കൂടി കോടതിയെ അറിയിക്കുക എന്നൊരു പ്രക്രിയ കൂടി ഉണ്ടാവുമല്ലോ സ്വാഭാവികമായും. തീർച്ചയായും. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ചോദ്യം ചെയ്യലിന്റെ വിശദാംശങ്ങൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം ഇത് രാഷ്ട്രീയ നേതൃത്വങ്ങളിലെ ഉന്നത നേതൃത്വങ്ങളിലേക്ക് അടക്കം നീങ്ങുന്നു. പലരെയും തന്നെ ചോദ്യം ചെയ്യുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ കോടതിക്ക് നൽകേണ്ടതുണ്ട്. ഇന്ന് കഴിഞ്ഞ ദിവസം നടത്തിയ അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്യലുകളെ പിന്നീട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി ചോദ്യം ചെയ്യാനുള്ളവരെ നിര നീളുകയും ചെയ്യും. കാരണം ഒരാളെ ചോദ്യം ചെയ്യുമ്പോൾ മറ്റു പല വിവരങ്ങൾ കൂടി ലഭിക്കുന്നു, അവരിലേക്ക് കൂടി അന്വേഷണം പോകുന്നു. അങ്ങനെ വിശദമായ രീതിയിലേക്ക് അടക്കം കാര്യങ്ങൾ പോകുന്നുണ്ട്. മാത്രവുമല്ല ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമായിട്ട് കോൺഗ്രസും CPM തമ്മിലുള്ള ഒരു പോർമുഖം ഇക്കാര്യങ്ങളിൽ തുറന്നിട്ടുമുണ്ട്. അപ്പോൾ ഇതിൽ ഈ വാദപ്രതിവാദങ്ങൾക്കപ്പുറം, ഇതിന്റെ ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം ഇതിന്റെ വസ്തുത എന്താണ്, അന്വേഷണ സംഘം എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യലിൽ കണ്ടെത്തിയിട്ടുള്ളത്, ഉന്നത നേതൃത്വത്തിലേക്കടക്കം അന്വേഷണം പോകാത്തത് എന്തുകൊണ്ടെന്ന് കോടതി ഒരിക്കൽ റിപ്പോർട്ട് പരിഗണിക്കപ്പെടുമ്പോൾ തന്നെ വളരെ നേരത്തെ തന്നെ അത് ചോദിച്ചതുമാണ്. കാരണം ഇതിൽ കൂടുതൽ ആളുകളുണ്ട്, ഇതിൽ ഈ പറഞ്ഞതൊന്നുമല്ല, ഇതിനപ്പുറത്തേക്ക് അന്വേഷണ സംഘം സഞ്ചരിക്കേണ്ടതുണ്ട് എന്നതടക്കം വ്യക്തമായ രീതിയിൽ തന്നെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അങ്ങനെ കോടതി കണ്ടെത്തിയ കാര്യങ്ങളിലേക്ക് അടുത്തു നിൽക്കാനായിട്ട് അന്വേഷണ സംഘത്തിന് സാധിക്കുന്നുണ്ടോ, അന്വേഷണ സംഘം ആ രീതിയിലേക്ക് പോകുന്നുണ്ടോ, അതോ പല ആരോപണങ്ങളും ഉയരുന്നത് പോലെ ഈ രാഷ്ട്രീയ നേതാക്കളുടെ അല്ലെങ്കിൽ സർക്കാരിന്റെ തന്നെ ഒരു നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമാണ് ഇത് മുന്നോട്ട് പോകുന്നത്, SITക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഈ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ചാണോ ചോദ്യം ചെയ്യലടക്കം നടത്തിയിരിക്കുന്നത്, അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ വലിയ രീതിയിൽ തന്നെ ഉയരുന്നുണ്ട്. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ചും അത്തരം ആക്ഷേപങ്ങൾ SITക്കെതിരെയും ഉയരുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലുള്ള കോടതിയുടെ നിരീക്ഷണം എന്താണ്? ഈ അന്വേഷണ റിപ്പോർട്ട് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയായിരിക്കും കോടതി അതിൽ എങ്ങനെയാണ് SITയെ തന്നെ വിലയിരുത്തുക, ഇനി അവർക്കെതിരെയും ആ പരാമർശങ്ങൾ ഉണ്ടാകും. കാരണം രൂക്ഷമായ ഭാഷയിൽ SIT അടക്കം തന്നെ വിമർശിക്കുന്ന സാഹചര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഇന്ന് ഈ റിപ്പോർട്ട് വരുമ്പോൾ കോടതിയുടെ ഒരു ഇടപെടൽ, കോടതി ഏത് രീതിയിൽ അതിനെ വിലയിരുത്തുന്നു എന്നത് തന്നെയായിരിക്കും ഇന്നത്തെ ഈ ദിവസം അന്വേഷണത്തെ നിയന്ത്രിക്കുക. രഞ്ജിത്ത്. ശരി, ഡാനി വിവരങ്ങൾ പങ്കുവച്ചു. നമുക്കറിയാം തന്ത്രി കണ്ഠരര് രാജീവര്
അദ്ദേഹം അറസ്റ്റിലായതിനു ശേഷം ജാമ്യം ലഭിക്കാത്ത പശ്ചാത്തലമാണ്. ജയിലിൽ തുടരുകയാണ്. രാജീവരുടെ ജാമ്യ ഹർജിയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിശദമായ വാദം കേൾക്കുന്നുണ്ട്. ഇരു ജാമ്യ ഹർജികളിലും വാദം കേൾക്കുന്ന കോടതി SIT റിപ്പോർട്ടുകൾ കൂടി പരിഗണിച്ചാകും തീരുമാനമെടുക്കുക. ജാമ്യം കിട്ടിയില്ലെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗത്തിന്റെ നീക്കം. വിനീഷ് വിവരങ്ങൾ പങ്കുവെക്കും. വിനീഷ്, ഇതുവരെ ജാമ്യം കിട്ടിയവർക്കൊക്കെ സ്വാഭാവിക ജാമ്യമായിരുന്നു. കുറ്റപത്രം സമർപ്പിക്കാനുള്ള കാലതാമസം കൊണ്ടാണ് പ്രധാന പ്രതികൾക്കൊക്കെ ജാമ്യം കിട്ടിയത്, പോറ്റി അടക്കം. പക്ഷേ ഇപ്പോൾ തന്ത്രിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. കോടതിയുടെ കനിവ് വേണ്ടിവരും, സ്വാഭാവികമാണ്. അതിനുള്ള ഒരുക്കങ്ങൾ, അത് എന്തെങ്കിലും തരത്തിൽ ഏതൊക്കെ വാദഗതികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്? എന്തെങ്കിലും സാധ്യതകൾ പ്രതീക്ഷിക്കുന്നുണ്ടോ പ്രതിഭാഗം? തീർച്ചയായും രജിത്ത്, ഇന്ന് വാദം തുടങ്ങുകയാണ് ജാമ്യ ഹർജിയിന്മേൽ. ശബരിമലയിലെ ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമേ തനിക്ക് ഉത്തരവാദിത്വമുള്ളൂ എന്നാണ് തന്ത്രിയുടെ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു പങ്കുമില്ല എന്നും അതിൽ പറയുന്നുണ്ട്. നിലവിൽ ദ്വാരപാലക ശില്പക്കേസിലും കച്ചളപ്പാളി കേസിലുമാണ് തന്ത്രിയെ പ്രതി ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ ഈ ജയിൽ മോചിതരായ സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് ചൂണ്ടിക്കാട്ടിയാണ് വിജിലൻസ് കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നതും ഇത് പരിഗണനയിലേക്ക് എത്തുന്നതും. അപ്പോൾ ആരോഗ്യ പ്രശ്നമുള്ളതിനാൽ കഴിഞ്ഞ ആഴ്ചയിൽ തന്ത്രിയെ ഓൺലൈൻ മുഖേനയായിരുന്നു കോടതിയിൽ ഹാജരാക്കിയത്. കാരണം റിമാൻഡ് കാലാവധി തീർന്നതോടുകൂടിയാണ് ഓൺലൈൻ മുഖേന ഹാജരാക്കുകയും വീണ്ടും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഈ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ SIT ഇതിന്റെ അന്വേഷണ റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് തന്ത്രിക്ക് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. തങ്ങൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ചികിത്സ നൽകുന്നുണ്ട്. അതുകൊണ്ട് ജാമ്യം കൊടുക്കരുത്. ജാമ്യം ലഭ്യമായി പുറത്തിറങ്ങുകയാണെങ്കിൽ കേസിനെ അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതടക്കമാണ് SITയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും ഈ SITയുടെ റിപ്പോർട്ട് പ്രകാരം തന്ത്രിക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ജാമ്യം ലഭിക്കാതിരിക്കുകയാണെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കത്തിലാണ് പ്രതിഭാഗമുള്ളത്. ശരി, തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിശദമായ വാദം കൊല്ലം വിജിലൻസ് കോടതിയിൽ ആരംഭിക്കും. ഇതിനിടയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ പ്രതിഷേധം ഇന്ന് ആരംഭിക്കുകയാണ്. പിണറായിയുടെ മുഖ്യമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തും. കണ്ണൂർ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച്. പിണറായി പാറപ്രം റോഡിൽ നിന്ന് ആരംഭിക്കുന്ന മാർച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്യും. നമുക്കറിയാം, വരും തെരഞ്ഞെടുപ്പിൽ BJP പ്രചരണായുധമാക്കുക ശബരിമല വിഷയം തന്നെ ആയിരിക്കും എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലമുണ്ട്. ഇതുമായി ചേർത്ത് വെക്കണം ഇത്തരം പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുന്നുണ്ട്. തിരുവനന്തപുരം നഗരസഭയിലെ BJP കൗൺസിലർമാർ ഇന്ന് ഡൽഹിയിലേക്ക്. പ്രധാനമന്ത്രിയുമായി 50 കൗൺസിലർമാരും കൂടിക്കാഴ്ച നടത്തും. 13-ന് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച 13-നാണ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച. തിരുവനന്തപുരം നഗരത്തിന്റെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യും. പ്രധാനമന്ത്രി ഒരുക്കുന്ന അത്താഴ വിരുന്നിലും കൗൺസിലർമാർ പങ്കെടുക്കും. വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ കൗൺസിലർമാർക്ക് സ്വീകരണവും നൽകുന്നുണ്ട്. പെരുമ്പാവൂരിൽ അതിഥിത്തൊഴിലാളികൾക്കിടയിൽ പോലീസിന്റെ വ്യാപക പരിശോധന. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട 9 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ലോഡ്ജുകളിൽ നടന്ന പരിശോധനയിൽ രേഖകളില്ലാതെ താമസിച്ച 3 സ്ത്രീകളെ കസ്റ്റഡിയിലെടുത്തു. ജില്ലാ പോലീസ് മേധാവി KS സുദർശന്റെ മേൽനോട്ടത്തിൽ പെരുമ്പാവൂർ ASP ഹാർദിക് മീണയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധനകൾ. താമസിക്കുന്ന സ്ഥലങ്ങൾ, ലോഡ്ജുകൾ, മാർക്കറ്റ്, ബസ്സുകൾ എന്നിവിടങ്ങളിൽ പരിശോധന ഉണ്ടായിരുന്നു. സംസ്ഥാന ശതാബ്ദി അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ സമാപന പൊതുസമ്മേളനത്തിൽ ഐക്യാഹ്വാനവുമായി പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. വിട്ടുപോയ സുന്നി സംഘടനകൾ മാതൃസംഘടനയിലേക്ക് തിരിച്ചു വരണമെന്നും ഇക്കാര്യം കുനിയയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന കേന്ദ്ര മുഷാവറ യോഗം ചർച്ച ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. സമാപന പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ജിഫ്രി തങ്ങൾ. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ, രാഹുൽ ഗാന്ധിയെ സഭയിൽ സംസാരിക്കാൻ അനുവദിക്കാത്തത് തുടങ്ങിയ വിഷയങ്ങളിൽ
പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷം. ബജറ്റ് ചർച്ചയുമായി സഹകരിക്കുമെന്നതിൽ പ്രതിപക്ഷ നിലപാട് ഇന്നറിയാം. ചർച്ചയുമായി സഹകരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യ സഖ്യത്തിലെ ചില പാർട്ടികൾക്ക്. രാകേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാകേഷ്, നിരവധി വിഷയങ്ങളുണ്ട് പ്രതിപക്ഷത്തിന് മുന്നിൽ. അതിൽ പ്രധാനം ഈ റഷ്യൻ എണ്ണയുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളിൽ സംസാരിക്കാൻ പ്രതിപക്ഷത്തെ അനുവദിക്കുന്നില്ല എന്ന പരാതി, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അനുവദിക്കുന്നില്ല എന്ന പരാതി ആദ്യം മുതലുണ്ട്. പ്രധാനമന്ത്രി പാർലമെന്റിന്റെ ലോക്സഭയിൽ പ്രസംഗിക്കാത്ത പശ്ചാത്തലമുണ്ട്. രാജ്യസഭയിൽ മാത്രമാണ് പ്രസംഗിച്ചത്. ഇത്തരം ഒരുപാട് വിഷയങ്ങളുണ്ട് പ്രതിപക്ഷത്തിന് മുന്നിൽ. രഞ്ജിത്ത്, കഴിഞ്ഞ ഒരാഴ്ച വലിയ പ്രതിഷേധത്തിനാണ് പാർലമെന്റ് സാക്ഷ്യം വഹിച്ചത്, പ്രത്യേകിച്ച് ലോക്സഭ. കാരണം എം നരവനയുടെ പുസ്തകം അദ്ദേഹം സഭയിൽ പരാമർശിക്കാൻ ശ്രമിച്ചു. അതിന് ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് പ്രതിഷേധമുണ്ടായി. പിന്നീട് രാഹുൽ ഗാന്ധി അടുത്ത ദിവസം സംസാരിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും ഇക്കാര്യങ്ങൾ പരാമർശിക്കാൻ അനുവദിച്ചില്ല. രാഹുൽ ഗാന്ധി പിന്നീട് സംസാരിക്കാനും അനുവദിച്ചില്ല. ഇതേ തുടർന്ന് വലിയ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം പോയി. ഒപ്പം ഇന്ത്യ US വ്യാപാര കരാർ കൂടി ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിച്ചോടെ പൂർണ്ണമായും കഴിഞ്ഞ ഒരാഴ്ച ലോക്സഭ സ്തംഭിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയത്. കാരണം ലോക്സഭ സമ്മേളിച്ച മണിക്കൂറുകൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് അക്കാര്യം വ്യക്തമാവുകയും ചെയ്യും. കാരണം ലോക്സഭ ആകെ സമ്മേളിച്ചത്, ഈ ബജറ്റ് സമ്മേളനത്തിൽ ആകെ സമ്മേളിച്ചത് 7 മണിക്കൂർ 41 മിനിറ്റാണ്. അതിൽ തന്നെ ഏതാണ്ട് 25 മണിക്കൂർ ലോക്സഭയ്ക്ക് പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന്, പ്രതിഷേധത്തെ തുടർന്ന് നഷ്ടപ്പെടുകയും ചെയ്തു. നന്ദിപ്രമേയ ചർച്ചയ്ക്ക് നീക്കിവെച്ചിരുന്നത് 18 മണിക്കൂറാണെങ്കിൽ അത് നടന്നിട്ടുള്ളത് ഏകദേശം 2 മണിക്കൂർ 48 മിനിറ്റ് മാത്രമാണ്. കാരണം രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അനുവദിക്കാതെ തുടർന്ന് വലിയ പ്രതിഷേധം പിന്നീടുണ്ടായി. പിന്നെയെല്ലാം സഭ സമ്മേളിച്ചപ്പോഴൊക്കെ തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടരുകയായിരുന്നു. ഏതായാലും ഇന്നും സമാനമായ വിഷയങ്ങൾ ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഇന്ത്യ US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് പോകാനാണ് പ്രതിപക്ഷത്തിന് തീരുമാനം. പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കർഷക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല പൂർണ്ണമായി എന്ന വാദം അവർ ഉന്നയിക്കുന്നുണ്ട്. ഇതുകൂടാതെ റഷ്യൻ എണ്ണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിശദീകരണം സർക്കാർ നൽകേണ്ടതുണ്ട്. കാരണം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഒഴിവാക്കുമെന്ന കാര്യത്തിൽ സർക്കാർ ഇപ്പോഴും പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ സർക്കാർ ഒളിച്ചു കളിക്കുന്നു, അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങുന്നു എന്ന വാദം പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവരുടെ പ്രതിഷേധം അക്കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു. അതിന് കൂടുതൽ ശക്തി പകരും ഇന്ന് എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടാതെ 8 MP ഇപ്പോഴും സസ്പെൻഷനിലാണുള്ളത്. അവരുടെ പ്രതിഷേധവും പാർലമെന്റ് കവാടത്തിൽ തുടരും. അങ്ങനെ ഒരു കഴിഞ്ഞ ആഴ്ച എന്താണോ സംഭവിച്ചത് അതിന്റെ സമാനമായ സാഹചര്യം തുടരാൻ തന്നെയാണ് സാധ്യത. ലോക്സഭയിൽ പ്രധാനമന്ത്രിക്ക് നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയാൻ കഴിയാത്ത അസാധാരണ സാഹചര്യം കൂടി ഇത്തവണ ഉണ്ടായി. അതിനുശേഷം ബജറ്റ് ചർച്ച വ്യാഴാഴ്ച ലോക്സഭയിൽ ആരംഭിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇതുവരെ ചർച്ച തുടങ്ങാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ന് പ്രതിപക്ഷം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് നിർണായകമായ കാര്യമാണ്. ഏതായാലും രാവിലെ യോഗം ചേരുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ. അതിൽ ബജറ്റ് ചർച്ചയുമായി സഹകരിക്കണോ തുടങ്ങിയ കാര്യങ്ങളിൽ തീരുമാനമെടുക്കും. ഏതായാലും ചില പാർട്ടികൾക്കെങ്കിലും ബജറ്റ് ചർച്ചയിൽ പങ്കാളികളാകാം അല്ലെങ്കിൽ സഹകരിക്കണം എന്ന നിലപാടുണ്ട്. അപ്പോൾ രാവിലെ ചേരുന്ന യോഗത്തിൽ ഒരു തീരുമാനം ഏതായാലും പ്രതിപക്ഷ പാർട്ടികൾ കൈക്കൊള്ളും. രഞ്ജിത്ത്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ഈ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി പാർലമെന്റിൽ ലോക്സഭയിൽ പ്രസംഗിക്കാതിരിക്കുന്നു. അത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ പ്രധാനമന്ത്രി മറുപടി പറയാതിരിക്കുന്നത്. അത് പ്രതിപക്ഷത്തിൻ്റെ വലിയ പ്രതിഷേധത്തിനെ തുടർന്നാണ് എന്ന് സ്പീക്കറൊക്കെ പറഞ്ഞ പശ്ചാത്തലമുണ്ടായിരുന്നു. തൻ്റെ ഉപദേശപ്രകാരമാണ് മോദി ലോക്സഭയിൽ എത്താതിരുന്നത് എന്ന്. നമുക്കറിയാം, വർദ്ധിത വീര്യത്തോടെ ആഞ്ഞടിക്കുന്ന ഒരു പ്രതിപക്ഷത്തെയാണ് ഈ സഭാ സമ്മേളനത്തിൽ ഉടനീളം കാണുന്നത്. അതിന് അവർക്ക് നിരവധി വിഷയങ്ങളുമുണ്ട്. പല ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി പറയാത്ത ഒരു സർക്കാരുമുണ്ട്. അത് ഒരുപക്ഷേ മോദിയുടെ ഈ ഭരണകാലയളവിൽ ആദ്യമായിരിക്കാം പ്രതിപക്ഷത്തിന് ഇത്ര വലിയ ആക്രമണം മോദിയും ഭരണപക്ഷവും ഒക്കെ നേരിടേണ്ടി വരുന്നത്. സമാനമായി തന്നെ പല വിഷയങ്ങളും ഇപ്പോൾ റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് രാകേഷ് പറഞ്ഞു, കൃത്യമായൊരു വ്യക്തത വരുത്തുന്നില്ല. അതിലൊന്നും സംയുക്ത പ്രസ്താവനയൊന്നും അതിൻ്റെ വിശദാംശങ്ങളില്ല. ഒപ്പം കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുമോ എന്നതിൽ ചില വിശദീകരണങ്ങളല്ലാതെ അതിൻ്റെ ഒരു വ്യക്തതയിലേക്ക് കാര്യങ്ങൾ വരുന്നില്ല. അതൊക്കെ കൃത്യമായി ഇനിയും അവതരിപ്പിക്കാൻ ഭരണപക്ഷം തയ്യാറാകുമോ? വ്യക്തത വരുത്താൻ ഭരണപക്ഷം തയ്യാറാകുമോ? രഞ്ജിത്ത്, ഈ സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ പ്രതിപക്ഷത്തിന്റെ കൈവശം വലിയ ആയുധങ്ങൾ സർക്കാരിനെതിരെ അല്ലെങ്കിൽ വിവാദ വിഷയങ്ങൾ ഉണ്ടായിരുന്നില്ല. തൊഴിലുറപ്പ് പദ്ധതി അത് ഒഴിവാക്കിയതായിരുന്നു പ്രതിപക്ഷം ആദ്യ ദിനങ്ങളിലൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നത്. ഈ കാലയളവിൽ തന്നെ സഭയ്ക്ക് പുറത്തുമൊക്കെ അവർ പ്രതിഷേധം സംഘടിപ്പിച്ചു. പക്ഷേ അതിനിടെയാണ് രാഹുൽ ഗാന്ധി മുൻ കരസേന മേധാവിയുടെ പുസ്തകം, അതിൽ ഗാൽവൻ സംഘർഷം എങ്ങനെ ഇന്ത്യ കൈകാര്യം ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരാമർശിക്കാൻ ശ്രമിച്ചത്. അങ്ങനെയാണ് ആദ്യം സർക്കാരിനെതിരെ വലിയ വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതിനുശേഷമാണ് ഈ സഭ സമ്മേളിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇൻഡോ US വ്യാപാര കരാർ ധാരണയായി അല്ലെങ്കിൽ അതിലേക്ക് നീങ്ങുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. അപ്പോൾ ആ 2 വിഷയങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ച സഭയെ പ്രക്ഷുബ്ധമാക്കിയത്. കാരണം നേരത്തെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പ്രഖ്യാപനം വലിയ വിവാദമായതാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അത്
വെടിനിർത്തൽ കരാറിലേക്ക് എത്തി എന്ന പ്രഖ്യാപനമൊക്കെ തന്നെ ഡൊണാൾഡ് ട്രംപാണ് നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അല്ലെങ്കിൽ രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയേണ്ടത് US പ്രസിഡന്റിനല്ല എന്നുള്ള വലിയ വിമർശനം അന്ന് തന്നെ ഉന്നയിക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും അതിന് അക്കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർക്കാരിനെതിരെ വിമർശനങ്ങൾ കടുപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും 2004 ശേഷം പ്രധാനമന്ത്രി ലോക്സഭയിൽ മറുപടി പറയാത്ത ഒരു നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയാത്ത സാഹചര്യം ഇപ്പോഴാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ സർക്കാരിനെതിരെ വിമർശനം പ്രതിപക്ഷം കടുപ്പിക്കുന്ന നിലയിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോയി. ഏതായാലും ഇന്ന് കഴിഞ്ഞ ആഴ്ച രാഹുൽ ഗാന്ധിക്ക് പ്രസംഗിക്കാൻ അനുവദിക്കാത്തതാണ് പ്രധാനപ്പെട്ട വിഷയമായി വന്നെങ്കിൽ ഇന്ന് അത് മാറാൻ സാധ്യതയുണ്ട്. പകരം US-മായി ഒപ്പുവെച്ച കരാറിലെ വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അതിൽ സർക്കാർ ഒളിച്ചു കളിക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും ഇന്ന് ഏതായാലും പ്രതിപക്ഷം പ്രതിഷേധത്തിലേക്ക് കടക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയെങ്കിൽ രണ്ട് സഭകളും സമ്മേളിച്ച ഉടൻ തന്നെ നടുത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷം കടക്കാനും സാധ്യതയുണ്ട്. രഞ്ജിത്ത്. രാകേഷ് വിവരങ്ങൾ പങ്കുവെക്കുന്നു. മറ്റു വാർത്ത അസമിൽ നിന്നാണ്. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അസമിൽ ഭരണ പ്രതിപക്ഷ പോര് അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലാണ്. PCC അധ്യക്ഷൻ ഗൗരവ് ഗൊഗോയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം പാക് ബന്ധമുണ്ടെന്ന ആരോപണം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ ഉന്നയിച്ചിരുന്നു. അത് അദ്ദേഹം ആവർത്തിക്കുകയാണ്. പാക് സന്ദർശനം വ്യക്തമാക്കുന്നതിൽ ഗൊഗോയ് പരാജയപ്പെട്ടാൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തുമെന്ന സൂചനയും ഹിമന്ത് നൽകുന്നുണ്ട്. എന്നാൽ ആരോപണം കോൺഗ്രസ് തള്ളി. ഇതിനിടെ മുസ്ലിം വേഷധാരികളായ 2 പേർക്ക് നേരെ അസം മുഖ്യമന്ത്രി തോക്ക് ഉപയോഗിച്ച് വെടിയുതിർക്കുന്നതിൻ്റെ AI വീഡിയോയ്ക്കെതിരെയും കടുത്ത വിമർശനം തുടരുകയാണ്. വിവാദമായതോടെ BJP ആ വീഡിയോ പിൻവലിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. രാകേഷ് തുടരുന്നുണ്ട്. രാകേഷ്, 2 പ്രശ്നങ്ങൾ. നമുക്കറിയാം ഹിമന്ത ബിശ്വാസ് എന്ന് പറയുന്ന കടുത്ത ഇത്തരം വിഷയങ്ങളിൽ പ്രശസ്തനാണ്. കടുത്ത ആരോപണങ്ങൾ, കടുത്ത തോതിലുള്ള ഇത്തരം കാര്യങ്ങളിൽ ഇടപെടൽ പ്രസ്താവനകളൊക്കെ ഹിമന്തിൻ്റെ ഭാഗത്ത് സ്ഥിരമായി ഉണ്ടാകാറുണ്ട്. അത് BJP വലിയ രാഷ്ട്രീയ ആയുധമാക്കാറുമുണ്ട്. ഇത്തവണ ഈ ഗൊഗോയ്ക്കെതിരെ ഉയർത്തിയ ആരോപണം പാക് ബന്ധം ആരോപിച്ച് അതിൽ കോൺഗ്രസിന്റെ മറുപടി എന്താണ്? രഞ്ജിത്ത്, ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചൂട് അസമിൽ മുറുകുകയാണ്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾക്കൊപ്പമാണ് അസമും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അവിടെ BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഗൗരവ് ഗൊഗോയ്ക്കെതിരായ തന്റെ വിമർശനം ഹിമന്ത ബിശ്വ ശർമ്മ കടുപ്പിച്ചത്. അദ്ദേഹത്തിന് പാക് ബന്ധമുണ്ട് എന്ന ആരോപണം കഴിഞ്ഞ ദിവസം തന്നെ ഹിമന്ത ചൂണ്ടിക്കാണിച്ചതാണ്. പ്രത്യേകിച്ച് ഗൊഗോയ്ക്കും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും പാക് വംശജനായ അലി തക്വീർ ഷെയ്ഖുമായി ബന്ധമുണ്ട് എന്ന ആരോപണമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ആരോപണമൊക്കെ ഉന്നയിച്ച ശേഷവും ഒരു കൃത്യമായ വിശദീകരണം ഗൊഗോയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെ ആരോപണം അതിൽ വസ്തുത നിരത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റമടക്കം ചുമത്തും എന്നാണ് ഇപ്പോൾ ഹിമന്ത പറഞ്ഞിരിക്കുന്നത്. ഹിമന്ത അതിന് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം 2013 ഇത്തരത്തിൽ ഒരു പാക് സന്ദർശനം അദ്ദേഹം നടത്തിയിരുന്നു. ഈ പാക് സന്ദർശന വേളയിൽ അദ്ദേഹം പൊതുവെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ തന്നെ ഇടപെടുന്ന വ്യക്തിയാണ് ഗൊഗോയ്. പക്ഷേ അന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ ഈ 10 ദിവസത്തിനിടെ കാലയളവിൽ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചില ട്രെയിനിങ്ങിൽ പങ്കെടുത്തു എന്ന് താൻ സംശയിക്കുന്നു എന്ന ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഈ ട്രെയിനിങ് കഴിഞ്ഞത് വന്നതിന് ശേഷം അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ലോക്സഭയിൽ ചില ചോദ്യങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചു. അത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരുന്നു. ഒപ്പം ന്യൂക്ലിയർ പ്ലാന്റുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. കശ്മീർ സംഘർഷവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ചോദ്യവും അദ്ദേഹത്തിന്റെ പാക് ബന്ധവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കുന്ന അല്ലെങ്കിൽ അത്തരമൊരു പ്രതികരണമാണ് ഇപ്പോൾ ഹിമന്തയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇതിനെ കോൺഗ്രസ് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. വെറും രാഷ്ട്രീയ ആരോപണം എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് അതിനെ വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പാക് ബന്ധം ആരോപിക്കുമ്പോൾ ഹൈന്ദവ ഏകീകരണം അതൊക്കെ ലക്ഷ്യമിട്ടുള്ള നീക്കമാണിപ്പോൾ ഹിമന്തയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നെന്ന വിമർശനമാണിപ്പോൾ കോൺഗ്രസ് ഏതായാലും നടത്തിയിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെയാണ് AI വീഡിയോ വിവാദവും അസമിൽ ഇപ്പോൾ കത്തിപ്പടർന്നിരിക്കുന്നത്. കാരണം ഹിമന്ത തോക്ക് ചൂണ്ടി നിൽക്കുന്ന ഒരു വീഡിയോ ആണ് BJP ഔദ്യോഗിക ഹാൻഡിലിൽ പങ്കുവച്ചത്. അതിൽ 2 പേർക്ക് നേരെയാണ് ഈ തോക്ക് ചൂണ്ടുന്നത്. അത് 2 പേരും ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മുസ്ലിം വേഷധാരിയാണെന്ന് നമുക്ക് വ്യക്തമാകും. അവർക്കെതിരെയാണ് ഈ തോക്ക് ചൂണ്ടുന്നത്. ആ വീഡിയോയിൽ ചില വാക്യങ്ങൾ കൂടി എഴുതുന്നുണ്ട്. മാപ്പില്ല, പ്രത്യേകിച്ച് ബംഗാളികൾക്ക് മാപ്പില്ല. അതായത് ബംഗാളിൽ നിന്നുള്ള കുടിയേറ്റം അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് വീഡിയോ. ഏതായാലും അതിനെ വലിയ തോതിലുള്ള വിമർശനം ഉണ്ടായിട്ടുണ്ട്. വംശീയതയ്ക്കുള്ള ആഹ്വാനമാണ് ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ നടത്തിയിരിക്കുന്നതെന്ന വിമർശനം കോൺഗ്രസ് ഉന്നയിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് മാത്രമല്ല, സാമൂഹ്യ നിരീക്ഷകരുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ അത്തരം വിമർശനം കടുപ്പിക്കുകയാണ്. ഇതിന് പിന്നാലെ വിവാദമായതോടുകൂടി ഇപ്പോൾ ആ വീഡിയോ BJP നീക്കം ചെയ്തിട്ടുണ്ട്. ശരി, രാകേഷ് വിവരങ്ങൾ പങ്കുവച്ചു. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.
തൃത്താല വെള്ളിയാങ്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ രണ്ടാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തികൾക്ക് തുടക്കമായി. 33.4 കോടി രൂപ വിനിയോഗിച്ചാണ് നവീകരിക്കുന്നത്. ഇതോടൊപ്പം വരും വേനലിലേക്കുള്ള ജലസംഭരണവും ആരംഭിച്ചിട്ടുണ്ട്. വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ രണ്ടാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പട്ടാമ്പി താലൂക്കിലെ 9 ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികളിലൂടെ 3997 ഹെക്ടർ പ്രദേശത്ത് ജലസേചനം നൽകുകയും പാലക്കാട്, തൃശൂർ ജില്ലകളിലെ 25 പഞ്ചായത്തുകൾക്കും 4 മുനിസിപ്പാലിറ്റികൾക്കും കുടിവെള്ളം ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഗതാഗത സൗകര്യം, ടൂറിസം, മത്സ്യകൃഷി എന്നിവയ്ക്കും പദ്ധതി സഹായകമാണ്. രണ്ടാം ഘട്ട പുനരുദ്ധാരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ഇപ്പോൾ റെഗുലേറ്ററിന്റെ പൂർണ്ണമായ സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയത്തക്ക വിധത്തിലുള്ള രണ്ടാം ഘട്ട പ്രവൃത്തികൾ 33.40 രൂപയ്ക്ക് ഭരണാനുമതി കൊടുത്ത്, ഫിനാൻസ് സെക്ഷൻ കൊടുത്ത്, ടെക്നിക്കൽ സെക്ഷൻ കൊടുത്ത് വർക്ക് ആരംഭിക്കുന്നു എന്നുള്ളത് ഇത് വളരെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. ഈ പ്രവർത്തികളുടെ പൂർത്തിയാവുന്നതോടുകൂടി വലിയ തോതിൽ ഈ സ്ട്രക്ചറിൻ്റെ പ്രവർത്തികൾ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷം രൂപപ്പെടുകയാണ്. മാത്രമല്ല അവിടുത്തെ കുടിവെള്ളത്തിനും കൂടെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പദ്ധതിയാണ്. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ശിലാസ്ഥാപനം നിർവഹിച്ചു. 33.40 കോടി രൂപ വിനിയോഗിച്ചാണ് നവീകരണം നടത്തുന്നത്. മുൻപ് പ്രളയത്തിൽ തകർന്ന അരികുഭിത്തി നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇതോടൊപ്പം വേനലിലേക്കുള്ള ജലസംഭരണവും ആരംഭിച്ചു. ന്യൂസ് 18 പട്ടാമ്പി. കണ്ണിനും മനസ്സിനും കുളിർമയും നാടിന് ഉല്ലാസാന്തരീക്ഷവും സമ്മാനിക്കുന്ന തൃത്താല കപ്പൂരിലെ ചിറക്കുളം നാടിന് സമർപ്പിച്ചു. ശോചനീയാവസ്ഥയിലായിരുന്ന കുളം 84 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരിച്ചത്. പാലക്കാട് തൃത്താല കവൂർ പഞ്ചായത്തിലെ പള്ളങ്ങാട് ചിറക്കുളമാണ് നാടിന് കുളിർമയും ഉല്ലാസവും സമ്മാനിക്കുന്നത്. ഏറെക്കാലം ശോചനീയാവസ്ഥയിലായിരുന്ന കുളം നവീകരിക്കുക എന്നത് നാട്ടുകാരുടെ ചിരകാല സ്വപ്നമായിരുന്നു. തദ്ദേശ മന്ത്രി MB രാജേഷ് സ്പീക്കറായിരിക്കെ 84 ലക്ഷം രൂപ വകയിരുത്തിയാണ് 2 കൊല്ലം കൊണ്ട് കുളം നവീകരണം പൂർത്തിയാക്കിയത്. ബജറ്റിൽ പ്രപ്പോസൽ കൊടുത്ത് 84 ലക്ഷം രൂപ അനുവദിപ്പിച്ചു. അതിന്റെ സങ്കീർണമായ പേപ്പർ വർക്കുകളെല്ലാം പൂർത്തിയാക്കി. കാരണം താഴേന്ന് ഓരോന്നോരോന്ന് പാസാക്കി വരണം. അതെല്ലാം പൂർത്തിയാക്കി. പണിയും ഇപ്പൊ പൂർത്തിയായി. ഇപ്പോ ആകെ മാറിയ ചിറക്കുളമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കുളം നന്നാക്കുക എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. കുളം മാത്രമല്ല, കുളത്തിന്റെ പരിസരവും ഇപ്പൊ നന്നാക്കി അല്ലേ. ടൂറിസം സാധ്യത കണക്കിലെടുത്ത് കുളത്തിനോട് ചേർന്ന് 4.5 മീറ്റർ വീതിയിലും 83 മീറ്റർ നീളത്തിലും പുതിയ കോൺക്രീറ്റ് റോഡും 2.5 മീറ്റർ വീതിയിൽ നടപ്പാതയും കുളത്തിനരികിലായി ഇരിപ്പിടവും ഒരുക്കി. കുളത്തിലേക്ക് ഇറങ്ങുന്നതിന് 2 വശങ്ങളിലായി മനോഹരമായ കടവുകളും നിർമ്മിച്ചിട്ടുണ്ട്. വിവിധ വർണ്ണങ്ങളിലുള്ള സുരക്ഷാ വേലിയും ഒരുക്കി. വിശാലമായ പ്ലാറ്റ്ഫോം നിർമ്മിച്ച് ഇരുവശങ്ങളിലും ഇരിപ്പിട സൗകര്യം ഒരുക്കി. പ്രായമായവർക്കും യുവാക്കൾക്കും ഒരുപോലെ ഒത്തുചേരലിനും മാനസിക ഉല്ലാസത്തിനും വ്യായാമത്തിനും കൂടി പ്രയോജനപ്പെടുന്ന രീതിയിലാണ് നവീകരണം. ന്യൂസ് 18 പാലക്കാട്. കോഴിക്കോട് ബീച്ചിൽ ആയിരക്കണക്കിന് പക്ഷികൾക്ക് എല്ലാ ദിവസവും ഭക്ഷണം നൽകുന്ന അബ്ദുൾ അസീസിന് സ്വന്തമായ വീടെന്ന സ്വപ്നത്തിന് ചിറകുമുളയ്ക്കുന്നു. പ്രമുഖ ജുവലറി ഗ്രൂപ്പായ മലബാർ ഗോൾഡ് അസീസിന് 5 ലക്ഷം രൂപ സമ്മാനമായി നൽകി. സ്ഥലം വാങ്ങി വീട് വെക്കാനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ വാർഡ് കൗൺസിലറും രംഗത്തെത്തിയിട്ടുണ്ട്. ഉച്ചയാകുമ്പോൾ സൈക്കിളിൽ ചാക്ക് നിറയെ ഇറച്ചിയവശിഷ്ടങ്ങളുമായി അബ്ദുൾ അസീസ് എത്തും. കടൽ തീരത്ത് നീട്ടിയുള്ള ചൂളമടി ശബ്ദം കേൾക്കുന്നതോടെ മാനത്ത് വട്ടമിട്ട് പറക്കുന്ന പരുന്തുകൾ ഭക്ഷണത്തിനായി താഴ്ന്നു പറക്കും. നഗരത്തിലെ പ്രധാന മത്സ്യമാംസ വ്യാപാര കേന്ദ്രമായ സെൻട്രൽ മാർക്കറ്റിലും പ്രദേശത്തെ ഇറച്ചിക്കടകളിലും നേരിട്ടെത്തിയാണ് മാംസാവശിഷ്ടങ്ങൾ ശേഖരിക്കുക. അസീസിന്റെ തീറ്റ നൽകൽ അറിയാവുന്ന കടക്കാർ ഭക്ഷ്യയോഗ്യമായവ പ്രത്യേകം മാറ്റിവെക്കും. പരുന്തുകൾ മാത്രമല്ല, കാക്ക, പ്രാവ്, നായകൾ എന്നിവയ്ക്കെല്ലാം ഉച്ചയാകുമ്പോൾ ബീച്ചിന്റെ വിവിധ ഭാഗങ്ങളിലായി ഭക്ഷണമെത്തും. അസീസിന്റെ ജീവിത ദർശനം ഇങ്ങനെയാണ്. കോഴിക്കോട് ബീച്ചിലെ എല്ലാവരും വിചാരിച്ചത് ഞാൻ ആദ്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കലാണ്. 30 കൊല്ലം മുന്നേ ഈ വ്യക്തിനോട് ചോദിച്ചാൽ അറിയാം ഞാൻ ആരാണ് എവരാണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് മാത്രമല്ല ഞാൻ കൊടുക്കാൻ തുടങ്ങിയത്. ഇന്ത്യ കുട്ടിക്കാലം വരെ ഇതിലുള്ളതാണ്, എല്ലാവർക്കും അറിയാം. 15 വയസ്സുള്ള മനോരമയിലൊക്കെ ഫോട്ടോ വന്നാണ് ആൾക്കാരേക്ക് ഇന്ന് മാത്രം കോഴിക്കോട് ബീച്ചിൽ മാത്രം കൊണ്ടു കൊടുത്താൽ വിളിച്ചത്. ഏതൊക്കെ സൈറ്റിൽ വിളിച്ചാൽ വരാൻ തയ്യാറാണ്. ഈ ഇതേമാതിരി അവിടെ കൂട്ടാൻ തയ്യാറാണ്. അതേ പറയാൻ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. പിന്നെ എല്ലാവരും സഹകരണം എനിക്ക് വേണം, എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ. പിന്നെ കോഴിക്കോട് ബീച്ചിൽ ഞാൻ ചെറിയൊരു അലങ്കാര മത്സ്യങ്ങൾ ചൊടിഞ്ഞാണ്. അതിന് കോർപ്പറേഷനിലൊക്കെ എന്തെങ്കിലുമൊക്കെ എല്ലാവരും വക ഒരു സഹായം കിട്ടും. ഇന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അയച്ചാൽ 3 നേരം ഞാൻ പരിപാലിക്കുകയും. ഞാൻ കൂലിപ്പണിക്കാരനാണ്, എനിക്കിഞ്ഞൊന്നും പറയാനില്ല. വിശപ്പ് രഹിത ലോകമെന്ന ആപ്തവാക്യത്തോടെ സാമൂഹ്യ മേഖലയിൽ ഇടപെടലുകൾ നടത്തുന്ന മലബാർ ഗ്രൂപ്പ് അസീസിനെ ആദരിച്ചു. 5 ലക്ഷം രൂപ ബീച്ചിലെത്തി മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MB അഹമ്മദ് അസീസിന് കൈമാറി. വിശപ്പാണ് ഏറ്റവും വലിയ പ്രയാസം.
വീടില്ല, വലിയ വരുമാനമൊന്നും ഇല്ല എന്നിട്ട് സ്വന്തമായി വീടുണ്ടാക്കാൻ വേണ്ടിക്കൊണ്ട് ഞങ്ങളൊരു സഹായം എല്ലാവരും സഹായിക്കും. മലബാർ ഗ്രൂപ്പിന്റെ ആദരവിന് പിന്നാലെ പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണമൂട്ടുന്ന അസീസിന് സ്വന്തമായി തലചായ്ക്കാൻ ഒരിടമെന്നുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് വാർഡ് കൗൺസിലർ സഫറി വെള്ളയിൽ പറഞ്ഞു. സ്ഥലം വാങ്ങാനുള്ള നടപടികൾ ആദ്യം തുടങ്ങും, പിന്നീട് വീടെന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങും. ചെറുപ്പം മുതൽ പക്ഷികളെയും മൃഗങ്ങളെയും ഇഷ്ടമുള്ള അസീസ് പക്ഷികളുടെ ശബ്ദം അനുകരിച്ച് അവയെ കൂട്ടത്തോടെ വിളിച്ചു വരുത്താറുണ്ടായിരുന്നു. മിനിറ്റുകൾക്കകം നൂറുകണക്കിന് കാക്കകളെ വിളിച്ചു വരുത്തിയത് വർഷങ്ങൾക്ക് മുൻപ് വലിയ സംഭവമായിരുന്നു. പലയിടങ്ങളിലും പോയി ഈ പ്രകടനങ്ങൾ നടത്തിയിട്ടുമുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. നെല്ലിയാമ്പതിയുടെ കാർഷിക വൈവിധ്യവും ഇക്കോ ടൂറിസം സാധ്യതകളുമായി നാച്ചുറ 2026 അഗ്രി ഹോർട്ടി ടൂറിസം ഫെസ്റ്റ് ആഗോളതലത്തിൽ ശ്രദ്ധ നേടുന്നു. വിവിധയിടങ്ങളിൽ നിന്ന് നിരവധി ആളുകളാണ് ഫെസ്റ്റ് ആസ്വദിക്കാൻ എത്തുന്നത്. നെല്ലിയാമ്പതിയിലെ സർക്കാർ ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിന്റെ നേതൃത്വത്തിലാണ് ജനപ്രതിനിധികളും പ്രാദേശിക കൂട്ടായ്മകളും ചേർന്ന് പരിപാടി സംഘടിപ്പിച്ചത്. പോളിഹൌസ് ഫാമിംഗ്, ഓപ്പൺ പ്രിസിഷൻ ഫാമിംഗ്, വിയറ്റ്നാം മോഡൽ കുരുമുളക് കൃഷി, ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ് എന്നിവ അടുത്തറിയാനാകും. സ്ട്രോബെറി, പാഷൻ ഫ്രൂട്ട്, ഓറഞ്ച് തോട്ടങ്ങൾക്കൊപ്പം ശീതകാല പച്ചക്കറി പ്ലോട്ടുകളും മേളയുടെ ആകർഷണമാണ്. ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ് കൃഷിരീതികൾ നേരിട്ട് മനസ്സിലാക്കാനുള്ള സൗകര്യവുമുണ്ട്. നെല്ലിയാമ്പതിയിലെ സർക്കാർ ഫാമിൽ സജ്ജമാക്കിയിട്ടുള്ള വേദിയിൽ കാർഷിക പ്രദർശനവും വിൽപ്പന മേളയും നടന്നു. പ്രാദേശികമായി ഉൽപ്പാദിപ്പിച്ചതും അല്ലാത്തതുമായ ഉൽപ്പന്നങ്ങൾ മേളയുടെ ഭാഗമായി. സെമിനാറുകൾ, ശില്പശാലകൾ, വിദ്യാർത്ഥികൾക്കും കർഷകർക്കുമായി സംഘടിപ്പിച്ച ക്വിസ് മത്സരങ്ങൾ എന്നിവ മേളയുടെ ഭാഗമായി. കുട്ടികൾക്കായി ചിത്രരചന, ഉപന്യാസ മത്സരം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ മത്സരങ്ങൾ, വോളിബോൾ, വടംവലി എന്നിവ സംഘടിപ്പിച്ചു. വൈവിധ്യമാർന്ന കലാസന്ധിക്കും ഇവിടം വേദിയായി. ന്യൂസ് 18 പാലക്കാട്. കാസർഗോഡ് പീലിക്കോട് കേരള കാർഷിക സർവകലാശാല ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ തിരുമുമ്പ് ഹെറിറ്റേജ് അഗ്രി ടൂറിസം സെന്റർ ഉദ്ഘാടനത്തിനൊരുങ്ങി. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുമുമ്പ് കാർഷിക സംസ്കൃതി പഠന കേന്ദ്രം സമുച്ചയം നാടിന് സമർപ്പിക്കും. പ്രശസ്ത സ്വാതന്ത്ര്യ സമര സേനാനിയും വിപ്ലവകവിയും ഭക്തകവിയുമായിരുന്ന ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പിന്റെ വീട് കൂടി ഉൾപ്പെടുത്തിയാണ് പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം ഹെറിറ്റേജ് അഗ്രി ടൂറിസം സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. 2 കോടിയിൽ പരം രൂപ ചെലവഴിച്ചാണ് കവിഭവനം കേന്ദ്രമാക്കിയുള്ള ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. ഏറെ പാരമ്പര്യമുള്ള തിരുമുമ്പ് ഭവനത്തിലെ ഹെറിറ്റേജ് താമസം, ബയോ പാർക്കുകൾ, ഏറമാടം, സംസ്കൃതി പാർക്ക്, എക്സിബിഷൻ ഹാൾ, ഹോർട്ടിക്കൾച്ചർ തെറാപ്പി യൂണിറ്റ്, ഗോശാല, ആട്, താറാവ്, മത്സ്യവളർത്ത് കേന്ദ്രങ്ങൾ തുടങ്ങി നിരവധി ആകർഷകങ്ങളായ കാര്യങ്ങൾ ഹെറിറ്റേജ് അഗ്രി ടൂറിസം സെന്ററിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. കാർഷിക സർവകലാശാലയുടെ ഗവേഷണം തെങ്ങ് ഗവേഷണത്തിൽ നിന്നും കൂടുതലായിട്ട് വികസിപ്പിക്കണം ഈ ഏരിയയിൽ എന്നുള്ള ലക്ഷ്യത്തോടുകൂടി 1982 കൂടുതൽ സ്ഥലം അക്വയർ ചെയ്തു. ആ അക്വയർ ചെയ്ത സ്ഥലത്ത് പ്രശസ്ത സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയുമായിരുന്ന ശ്രീ സുബ്രഹ്മണ്യ തിരുമുമ്പിൻ്റെ ഭവനവും സ്ഥലവും ഉൾപ്പെട്ടിരുന്നു. ഈ ഒരു ഭവനം ആസ്പദമാക്കി കേരള കാർഷിക സർവകലാശാലയുടെ ഒരു നൂതന ടൂറിസം പദ്ധതി, അഗ്രി ടൂറിസം പദ്ധതിയാണിത്. ഇതിൻ്റെ വിശാലമായ ലക്ഷ്യം എന്ന് പറയുന്നത് കൃഷിയെ, അതായത് കൃഷിയോടൊപ്പം തന്നെ നമ്മൾ വിജ്ഞാനത്തോടൊപ്പം തന്നെ വിനോദവും സമന്വയിപ്പിച്ചുകൊണ്ട്, പുതുമയും പഴമയും സമന്വയിപ്പിച്ചുകൊണ്ട് പൊതുജനങ്ങളെ, പുതുതലമുറയെ അടക്കം എല്ലാവരെയും കൃഷിയിലേക്ക് ആകർഷിപ്പിക്കുക എന്നുള്ള ഒരു യജ്ഞമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും പഠനത്തിനും വിനോദത്തിനും ഉപകരിക്കും വിധമാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. പരമ്പരാഗത രീതിയിൽ ചാണകം മെഴുകിയുള്ള ധ്യാന കേന്ദ്രം, ബാംബു പാർക്ക് തുടങ്ങിയവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി ഞായറാഴ്ച നിർവഹിക്കും. പോത്തൻകോട് വാഴക്കാട് സ്വദേശികളായ അനു, രമ്യ ദമ്പതികളുടെ മകൾ പൊന്നുവിന്റെ 4ാം ജന്മദിനമാണ് ഇന്ന്. മോൾക്ക് ആശംസകൾ അറിയിക്കുന്നത് അച്ഛൻ, അമ്മ, ഒപ്പം മറ്റ് ബന്ധുക്കളും. പൊന്നുവിന് ന്യൂസ് 18ന്റെയും പൊന്നാശംസകൾ. രാവിലെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.